ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് എന്ന് പറയുമ്പം കുറേ നാളായി. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ഗെയിമിംഗ് വീഡിയോ ഇടാനാണ്. അപ്പോൾ ഞാൻ സാധാരണ ഗെയിമിംഗ് വീഡിയോയ്ക്ക് ഗെയിം എടുത്തു കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. സോ ഇന്ന് ഞാൻ എന്ന് പറയുമ്പോൾ 3 മാസത്തോളം ഞാൻ വീഡിയോ ഇടാതിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇടാതിരുന്ന നേരത്തും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൈ ഓൾഡ് വീഡിയോസ്. എൻ്റെ പഴയ വീഡിയോസ് ഞാൻ വ്യൂസ് കൂടി. നമ്മുടെ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡിൻ്റെ പിന്നെ മറ്റേ മാർഷലിൻ്റെ അതിൻ്റെയൊക്കെ വ്യൂസ് ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ഷോർട്ട് വീഡിയോസ് മറ്റേ ആ ജീപ്പിൻ്റെ രോമാഞ്ചത്തിൻ്റെ വീഡിയോസിനൊക്കെ ഷോർട്ട് വീഡിയോസിന് ഭയങ്കര വ്യൂസ് കൂടി. സോ എല്ലാവർക്കും താങ്ക്സ് എല്ലാത്തിനും. സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഗെയിമിംഗ് വീഡിയോ ആണ്. നമ്മുടെ മാർവൽ ഫ്യൂച്ചർ ഫൈറ്റ് എന്ന് പറയുന്ന ഗെയിമിൻ്റെയാണ്. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ലൈറ്റായിട്ടാണ് ഞാൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ തോർ ഓഡിൻസൺ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തോറായിട്ടാണ് കളിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾസൊക്കെ ഇപ്പോൾ വരും. വേണ്ടേ മറ്റേ മൂവ് ചെയ്യാനുള്ള കൺട്രോള്, പിന്നെ പവേഴ്സ്, നമ്മുടെ അറ്റാക്കിംഗ് മൂവ്സ് ആയിരിക്കണം. അപ്പോൾ ഈ ബട്ടൺസൊക്കെ നോക്കി നമുക്ക് അറ്റാക്ക് ചെയ്യാവുന്നതാണ്. പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ഗ്രാഫിക്സാണ്. ഇത് കണ്ടോ, ആ ഒരു നോട്ടവും ആ കട്ടിങ്ങും മുടിയുടെ സ്റ്റൈലൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ വലിയ റോബോട്ട്. ഇത് മിക്കവാറും നമ്മുടെ അൾട്രോണിൻ്റെ പണിയായിരിക്കണം. ഈ റോബോട്ടൊക്കെ വെച്ച് ബ്ലാക്ക് പാന്തർ, മറ്റേ ആളുടെ പേര് ഞാൻ മറന്നു, ബ്ലാക്ക് ബോൾട്ട് വെക്കണം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ തോറായി അറ്റാക്ക് ചെയ്യുവാണ്. അയൺമാനും സ്പൈഡർമാനും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. ഓക്കെ, നമ്മൾ ബ്ലാക്ക് പാന്തറായി മാറി. എനിക്കിവിടെ കാണാം തോറിൻ്റെ ലെവൽ 70, ബ്ലാക്ക് പാന്തർ ലെവൽ 60. അപ്പോൾ ലെവലിൻ്റെ ഇത് നമുക്ക് നോക്കേണ്ടതായിരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളെന്തായാലും ബ്ലാക്ക് പാന്തറായിട്ട് കളിക്കുക. അയ്യോ, കുറേ ഉണ്ടല്ലോ. പക്ഷേ എല്ലാ സൂപ്പർ ഹീറോയുടെയും പവർ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഒരു പവറാണ്, പവർഫുള്ളായിട്ടുള്ള മൂവാണ്. വാട്ട് ട്രാൻസ്ഫേർഡ് സോർട്ട് ഓഫ് മാസ് ഇൻവേഷൻ, അതൊക്കെ എന്താണോ ആവും. ഇപ്പോൾ വേണ്ട വി മസ്റ്റ് ടേക്ക് അവർ ലൈസ്. നമ്മുടെ അസിസ്റ്റൻസ് ഒന്നായിരിക്കും ഈ ആലീസ് എന്ന് വെച്ചാൽ അസിസ്റ്റൻസ് ആണല്ലോ. ഓക്കെ, വേറൊരു തണ്ടർ ബോൾട്ട്. ഓടിൻ സ്പീഡ് ഡസൻറ്റ് മേക്ക് സെൻസ്. ഓടിനല്ലെന്നാണ് പറയുന്നത്. ഫോളോ ദ ആരോ, അതാണ്ട് ഒരു പച്ച ആരോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുക. ഓക്കെ, ഇതാരായിരിക്കും? ഓ, ക്യാപ്റ്റൻ അമേരിക്ക. തണ്ടസ് വേറെ തോറ, ഇതാ തോറ. ഇത് പാസ്റ്റാണോ ഫ്യൂച്ചറാണോ എന്നറിയില്ല. തോറും ക്യാപ്റ്റൻ അമേരിക്കയും കൂടെ ഫൈറ്റാണ്. അല്ലല്ല, പ്രസൻറ്റ് തന്നെ, പ്രസൻറ്റ്. അപ്പോൾ രണ്ട് തോറ് വന്നപ്പോൾ തോറുകളിൽ തമ്മിൽ അടിയാണ്. അതെ, ഇത് മൾട്ടിവേഴ്സ് ആണെന്നാണ് തോന്നുന്നത് ഗൈസ്. ദിസ് ഇസ് ഹോൾ മൾട്ടിവേഴ്സ് ഇസ് ഹിയർ. അപ്പോൾ ഇനി ഇവർ തമ്മിൽ അടി ഉണ്ടാക്കാൻ പോയിരിക്കണം. തോറിന് ദേഷ്യം വന്ന് തന്ത്രം കൊണ്ട് ബ്ലാക്ക് പാന്തർ. ഓക്കെ, നമ്മുടെ ഒരു സ്പെഷ്യൽ സ്കില്ല് വന്നിട്ടുണ്ട്, അൾട്ടിമേറ്റ് സ്കില്ല്.
അപ്പോൾ അത് ലോഡാവണം, കുറച്ച് കഴിഞ്ഞാൽ ലോഡാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മുടെ സാധാരണ മൂസ് വെച്ച് അറ്റാക്ക് ചെയ്യാം. എൻ്റെ മോനെ പൊളി അടിയാണ്, അടിയെന്നൊക്കെ പറഞ്ഞാൽ കീട്ടിലെ അടിയാണ് എൻ്റെ മോനെ. അതാണ്ട് നമ്മുടെ സ്പെഷ്യൽ സ്കിൽ അൺലോക്ക് ആയിട്ടുണ്ട്, നമുക്കത് ഉപയോഗിച്ച് നോക്കാം. ഇപ്പം നമ്മൾ വേണ്ട അത് ഉപയോഗിക്കാൻ പോവുക. എൻ്റെ മോനെ മറ്റേ ഇൻഫിനിറ്റി വാറിന് വന്ന മൂവ് പൊളി സാധനം. തന്ത്രം രണ്ട് തോറും തമ്മിലടി. ഈ ഒരു കാഴ്ച എപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ മേലാത്ത. ജൊക്കാസ്റ്റ ഷീൽഡ് സേഫ് ഹൗസ്. Nick Fury to deliver a message. The world is in danger. We failed. I am going to die. My Hail Mary pass. ഓക്കെ, നമ്മൾ ഈ ഷീൽഡിൻ്റെ പുതിയ ഡയറക്ടറായി മാറിയിരിക്കുകയാണ്. ഷീൽഡ് അതൊരു മറ്റേ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പുതിയ ഡയറക്ടറായിട്ട് നമ്മളാണ് നിക് ഫ്യൂറി അപ്പോയിൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കണം. ഓക്കെ, ഈ കാണുന്നതാണ്, ഞാൻ കാണാത്ത ലുക്കൊന്നുമില്ല. ഓക്കെ, നമ്മൾ അടുത്ത മിഷനായിട്ട് പോകണം, എമർജൻസി ഡിസ്പാച്ച്. ഓക്കെ, അതാണ്ട് ക്യാപ്റ്റൻ അമേരിക്ക. ടു ഫുൾ സ്റ്റാർട്ട് ബിഗിനിങ്. ഹൈഡ്ര. അപ്പോൾ ഓരോരുത്തരെയും മുമ്പ് ഫൈറ്റ് ചെയ്തവരെയൊക്കെ ഇവർ നോക്കുവാണ്. ഹൈഡ്ര അല്ല, അപ്പോൾ അൾട്രോൺ ആണെന്ന് അയൺമാൻ പറഞ്ഞു. അപ്പോൾ അത് റേഡാറിൽ നോക്കാൻ ഈ ജോക്കാസ്റ്റ് റോബോട്ട് അയക്കണം. ഓക്കെ, അൾട്രോണിൻ്റെ എനർജി പാറ്റേൺസ് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അൾട്രോൺ സ്റ്റാർക്ക് ടവറിലോട്ട് വരുവാണ്. മറ്റേ അവഞ്ചേഴ്സ് ടവർ ആയിരിക്കണം സ്റ്റാർക്ക് ടവർ. അപ്പോൾ അങ്ങോട്ടേക്ക് അൾട്രോൺ പോവുക. അപ്പോൾ നമ്മളും ഇനി അങ്ങോട്ടേക്കായിരിക്കണം പോകേണ്ടത്. ഓക്കെ, നിയർ സ്റ്റാർക്ക് ടവർ മൻഹട്ടൻ. എൻ്റെ ദൈവം, കുറേ റോബോട്ട് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല അൾട്രോണിൻ്റെ പണിയായിരിക്കണം ഇത്. അപ്പം നമ്മളിപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയാണ്. നമുക്ക് അയൺമാൻ ആവാം, ബ്ലാക്ക് വിഡോ ആവാം. ഒക്കെ നമുക്ക് ലെവലപ്പ് ആയിട്ടുണ്ട്. ലെവൽ 2 ആണ്. നമുക്കിത് വേണ്ടത് എത്ര റോബോട്ട് കുറേ ഉണ്ടല്ലോ. അടി. ഓക്കെ, നമ്മൾ അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. കുറേ റോബോട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് പോകുമ്പോൾ ഇതിലും റോബോട്ട് കാണും. ഓക്കെ, ഇവിടുത്തെ പണി കഴിഞ്ഞു. There are too many Ultron forces have already seized Stark Tower. Okay, Ultron's forces Stark Tower already hijack ചെയ്തിട്ട് മറ്റിലാണ്. So that's why. What's the situation? അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അതൊക്കെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ അടുത്ത ഒരു വ്ളോഗ് വീഡിയോയും വരുന്നുണ്ട്, ക്രിസ്മസിനടുത്ത. അപ്പോൾ ന്യൂ ഇയറിന് ഇടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ഇനി അടുത്ത മിഷനായിരിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാവരും 3 പേർക്ക് ക്യാപ്റ്റൻ അമേരിക്ക, ബ്ലാക്ക് വിഡോ, അയൺമാൻ, മൂവ് ടു മെയിൻ ലോബി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മിഷനിലോട്ട് പോകാം. താനോസുമായിട്ടൊക്കെ ഫൈറ്റ് ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഇറക്കുന്നതായിരിക്കും. ചിലപ്പോഴേ ഇറക്കത്തുള്ളൂ. ഇതിന് വ്യൂസ് ഉണ്ടെങ്കിൽ ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത മിഷൻ ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇൻസൈഡ് സ്റ്റാർക്ക് ടവർ. നമ്മളൊരു ലാബിലാണ്. ടോണി സ്റ്റാർക്കിൻ്റെ ലാബൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയും ഫുള്ള് റോബോട്ടാണ്. അയൺമാനും ബ്ലാക്ക് വിഡോ ഒക്കെ എന്ത് ചെയ്യും? ഇത് മണ്ടേന്ന് പൊഴിഞ്ഞു വീഴും.
എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ലെവലപ്പായി വീണ്ടും. ഓക്കെ, ഇവിടുത്തെ റോബോട്ട് കഴിഞ്ഞ് ഇനി അപ്പുറത്തും ഉണ്ട്. അപ്പുറത്തെ കഴിഞ്ഞ് വീണ്ടും അപ്പുറത്തുണ്ട്. ഇത് കണ്ട മുകളിൽ നിന്ന് താഴോട്ട് എന്താ കമ്പി പിടിച്ചും കണ്ടു വരുന്നു. ഓക്കെ, താണ്ട വീണ്ടും വന്നു. താണ്ട ഇടയ്ക്ക് വന്ന് ഇടയ്ക്ക് പോയി. ഇതെൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേൾക്കും. അത് കേട്ടോണ്ട് കളിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് ഫോണിലാണ്. ഇപ്പോൾ ഒരു PC ഗെയിമിൻ്റെ അത്രയും ഗ്രാഫിക്സ് ഒക്കെ കളിക്കാൻ നല്ല രസമുണ്ട്. അതുമല്ല ഇതിൻ്റെ കൺട്രോൾസ് വളരെ നൈസായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. വാർ മെഷീൻ. ഇത് മറ്റേ ഇവൻ്റെ ടോണി സ്റ്റാർക്കിൻ്റെ ഫ്രണ്ട്. ഓക്കെ, ഇത് വേറെ ആരോ കൺട്രോൾ ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ. ഓക്കെ, ഇനി അൾട്രാ ഫൈറ്റ് നടക്കാൻ പോയിരിക്കണം. ഓക്കെ, ഇത് കിടിയ ബാറ്റിലാണ്. ഈ വാർ മെഷീൻ്റെ കയ്യിലും നല്ല അറ്റാക്സും മൂവ്സും ഒക്കെ ഉണ്ട്. കുറേ തോക്കും ഷീൽഡും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ സിവിൽ വാർ കണ്ടതാണല്ലോ. സിസ്റ്റം ഡൗൺ. ഓക്കെ, ഇത് ഈസി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇത് കുറച്ചേ ഉള്ളായിരുന്നു, ചെറിയൊരു ബാറ്റിലാണിത്. ദിസ് വാസ് ടു ഈസി. ഇനി അടുത്ത ആരാണ്? ഇനി റോബോട്ട്. എത്ര എണ്ണമാണ്? തോർ വല്ലതായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം തീർന്നു. ഓക്കെ, എൻ്റെ മുഖത്തിൽ ചത്ത്. അതുകൊണ്ട് ഇനിയുണ്ട്. ഇതെവിടെ നിന്ന് പുറകെ കഴിയുന്നു. ഓക്കെ, എല്ലാം മിക്കതും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇനി നമുക്ക് കുറച്ചൊരു അയൺമാനായിട്ട് കളിക്കാം. അയൺമാൻ പറന്ന് എല്ലാത്തിനും അടിക്കും. സ്പൈഡർമാനൊക്കെ ഇപ്പോൾ കിട്ടും, അറിയില്ല എപ്പോൾ കിട്ടുമായിരിക്കുമെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റത്തെ 2-3 മിഷൻസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത ഈ പാർട്ടിന് യൂസ് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ഒരു നെക്സ്റ്റ് പാർട്ടായിട്ട് ഇറക്കുന്നതായിരിക്കും. വിഷനല്ലേ? വിഷനായിരിക്കണം. അത് വിഷനാണ്. ഇതിപ്പോൾ മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിൽ നിന്ന് വന്ന വിഷനും വാർ മെഷീനും ഒക്കെ ആയിരിക്കാം. അത് ഇവർക്ക് മനസ്സിലാവാതെ ഇവർ അറ്റാക്ക് ചെയ്യുന്നതും ആയിരിക്കാം. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഗോസ്. വിഷനായിട്ട് അപ്പോൾ ഇനി നമ്മൾ വിഷനുമായിട്ട് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ വേറൊരു യൂണിവേഴ്സിൽ നിന്ന് വന്ന ഈ യൂണിവേഴ്സിലുള്ള ക്യാരക്ടേഴ്സ് തന്നെ മറ്റൊരു യൂണിവേഴ്സിൽ നിന്ന് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ വരാം. ഓക്കെ, ഇതും നല്ലൊരു ബാറ്റിലാണ്. വിഷൻ്റെ കയ്യിൽ നല്ല മൂവ്സൊക്കെ ഉണ്ട്. വിഷൻ ഭയങ്കര പവർഫുള്ളാണ്. പക്ഷെ ഇപ്പം നമ്മളെന്തായാലും തോൽപ്പിച്ചു. ഓക്കെ, വീണ്ടും ഡെവലപ്പായി. അത് താനോസ് ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇറ്റ്സ് ഓൾറെഡി ടു ലേറ്റ്. ഹി വിൽ ബി ഹിയർ. ആരായിരിക്കും വിഷനെ കൺട്രോൾ ചെയ്യുന്ന? അതാരായിരിക്കും? അൾട്രോൺ ആവാൻ സാധ്യത കുറവാണ്. മേ ബി വേറെ ഏതെങ്കിലും വില്ലനായിരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത മിഷനുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം. എപ്പിസോഡിലെ അടുത്ത പാർട്ടി വരാം.
ഈ വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത ഒരു പാർട്ട് 2 ഇറക്കുന്നതായിരിക്കും ഇതിൻ്റെ. ഈ ഗെയിമിൻ്റെ പേര് മാർവൽ ഫ്യൂച്ചർ ഫൈറ്റ്, ഇല്ലെങ്കിൽ PC യിലൊക്കെ വരുമ്പോൾ മാർവൽ ഫ്യൂച്ചർ റെവല്യൂഷൻ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ മൊബൈൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ മതി മാർവൽ ഫ്യൂച്ചർ ഫൈറ്റ്. അപ്പോൾ നിങ്ങളൊക്കെ കളിച്ചതുമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.